നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ നിന്നൊരു സുപ്രധാനമായ വാർത്തയുടെ അപ്ഡേറ്റ് വരുന്നുണ്ട്. കൗൺസിലർ ആർ ശ്രീലേഖയുമായിട്ടുള്ള ഓഫീസ് തർക്കത്തിന് പിന്നാലെ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് മാറുന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിയും. മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്കാണ് മാറ്റം. നമുക്കറിയാം, ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വന്നിരുന്നു. വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് വളരെ സഹോദര്യപൂർവ്വം താൻ സംസാരിച്ചതാണ്. പക്ഷേ അത് പിന്നീട് വളച്ചൊടിക്കപ്പെട്ടു. ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ വന്നു. അതിലെല്ലാമുള്ള അതൃപ്തി ആ ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കള്ളി വെളിച്ചത്തായി. വിഷയം വലിയ ചർച്ചയായതോടുകൂടി വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഇപ്പോൾ ഓഫീസ് കെട്ടിടം അല്ലെങ്കിൽ ഓഫീസ് മുറി ഒഴിയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത് മാറുന്നു എന്നുള്ള വാർത്ത പുറത്ത് വരുന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് മുറി ഒഴിയാൻ അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞു. മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്കാണ് മാറ്റം. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണം നടത്തിയപ്പോൾ താൻ ഒരു കാരണവശാലും ഒഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് എന്നായിരുന്നു വി.കെ. പ്രശാന്തിന്റെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ സംഭവം വലിയ വിവാദമായതോടുകൂടി ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന് സാധിക്കും. അവർ മാറാൻ പറഞ്ഞാൽ മാറേണ്ടി വരും. അങ്ങനെ ഒരു വിഷയം വന്നു, ചർച്ചകൾ വന്നു. ഇത് വി.കെ. പ്രശാന്തിന് എതിരാകുന്നു എന്ന് വന്നതോടുകൂടി ഇപ്പോൾ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് മുറി ഒഴിയുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹം മാറുന്നത് എം.എൽ.എ. ക്വാർട്ടേഴ്സിലേക്കല്ല, മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്കാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതിനു മുൻപ് വി.കെ. പ്രശാന്ത് എം.എൽ.എ. പറഞ്ഞത് ഞാൻ ഒഴിയില്ല എന്ന് വലിയ വായിൽ പറഞ്ഞിരുന്നു. എന്തായാലും വലിയ വിവാദമായി, കള്ളി വെളിച്ചത്തായതോടുകൂടി ഇപ്പോൾ ഓഫീസ് മുറി ഒഴിയും എന്നാണ് പറയുന്നത്, അല്ലേ? രാഖി, ഇപ്പോൾ ഓഫീസ് മുറി ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വി.കെ. പ്രശാന്ത് പറയുന്നത്. വിവാദങ്ങളുമായി നിൽക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക്, മരുതൻകുഴിയിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഓഫീസ് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നാണ് വി.കെ. പ്രശാന്ത് പറയുന്നത്. ഈ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട്, ശാസ്തമംഗലത്തെ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടായിരുന്നു. ശാസ്തമംഗലം കൗൺസിലറായ ശ്രീലേഖ വളരെ തികച്ചും സ്വകാര്യമായി പറഞ്ഞ കാര്യം, ആ സ്വകാര്യമായി തനിക്കിരിക്കാൻ സ്ഥലമില്ല എന്ന കാര്യം, അതിന്റെ സ്ഥലത്തിന്റെ പരിമിതികൾ അറിയിക്കുകയും ആ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറിയിക്കുകയും ചെയ്തെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ശ്രീലേഖയെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്കെല്ലാം ഈ വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഭാഗത്ത് നിന്ന് സമീപനമുണ്ടായി. വളച്ചൊടിച്ചുകൊണ്ട് തന്റെ പരാമർശങ്ങളടക്കം ഇത്തരത്തിൽ ശ്രീലേഖയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും തന്നെ കരിവാരി നിൽക്കുന്ന നിലയിലെല്ലാം വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഭാഗത്ത് നിന്ന് സമീപനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വി.കെ. പ്രശാന്ത് എം.എൽ.എ. കോർപ്പറേഷൻ കെട്ടിടം ഉപയോഗിക്കുന്നത് വാടക നൽകാതെയാണ്. അതായത് അതിന്റെ കുടിശ്ശിക വരുത്തിക്കൊണ്ട്, വാടകയടക്കം കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടക്കമുള്ള തെളിവുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എ. നാണക്കെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ രീതിയിൽ പരിഹാസ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. മാധ്യമങ്ങൾക്കിടയിൽ തന്നെയാണ്, ആ സമയത്ത് തന്നെയാണ് ശ്രീലേഖ പറഞ്ഞത് വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ മുറിയിൽ പോകുകയും താൻ തികച്ചും സൗഹാർദ്ദപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ ഉള്ള സമീപനം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നെല്ലാം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും താൻ എന്തായാലും ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാൻ ഒരിക്കലും തയ്യാറല്ല, ഇവിടെ തന്നെ തുടരും, കുടിശ്ശിക നൽകിക്കൊണ്ടാണ് ഇവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ അവിടെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഇപ്പോൾ രാവിലെ മുതലാണ് നമുക്ക് മനസ്സിലായത് വി.കെ. പ്രശാന്ത് എം.എൽ.എ. അവിടെ നിന്ന് ഓഫീസ് മാറാൻ തീരുമാനിച്ചെന്നത് കാര്യത്തിലേക്ക് വരുന്നത്. മരുതൻകുഴിയിലെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു സ്ഥലത്തായിട്ട് ഒരു ഓഫീസ് എടുക്കുകയും അവിടേക്ക് മാറ്റിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഘട്ടം ഘട്ടമായി സാധനങ്ങൾ മാറ്റി തുടങ്ങിയതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ വി.കെ. പ്രശാന്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, വി.കെ. പ്രശാന്ത് പറയുന്നത് ഇത്തരത്തിൽ വി.കെ. പ്രശാന്ത് പറയുന്നത് ഇത്തരത്തിൽ നിലവിൽ ഒരു ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താൻ സ്വയം പിന്മാറുകയാണ്, സ്വയം മറ്റൊരു ഓഫീസിനടുത്ത് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. വിവാദങ്ങളിലേക്ക് നിലക്കാൻ തനിക്ക് താല്പര്യമില്ല. ഇത്തരം വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ താൻ അവിടെ നിന്നും മാറാൻ തീരുമാനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വി.കെ. പ്രശാന്ത് പറയുന്നത്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള
കോൺഗ്രസ് അടക്കം വിമർശിത്ത് വരുന്ന രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വി കെ പ്രശാന്തിനെ. കാരണം വി കെ പ്രശാന്തിൻ്റെ ഭാഗത്തുണ്ടായ പാളിച്ചകൾ ഓരോന്നും ചൂണ്ടിക്കാണിക്കുകയും ആ സ്ഥലം ഉപയോഗിക്കേണ്ടത് യഥാർത്ഥത്തിൽ കൗൺസിലറാണ്, കൗൺസിലർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്ത സ്ഥലം അന്യായമായി അവിടേക്ക് കയ്യേറുകയും അവിടെ തൻ്റെ MLA ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളൊരു തെളിവുകൾ അധികം പുറത്തു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തിരുന്നു ഈ MLAയുടെ സമീപനത്തിനെതിരെ. ഇതോടുകൂടി തന്നെ വലിയ രീതിയിൽ വി കെ പ്രശാന്ത് ഓഫീസ് മുറി മാറുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വാർത്ത.